ചിരിക്കാനും ചിന്തിക്കാനും അതോടൊപ്പം തന്നെ പ്രേക്ഷകരായി നിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രസകരമായ ചോദ്യോത്തര പരിപാടിയുമായി ഞാൻ എത്തുകയാണ് വയ്യാവേലിയിലൂടെ. ചോദ്യം ഇതാണ്: സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ എപ്പോഴും പിന്നോട്ട് നടക്കുക. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? ജോലി ചെയ്യുമ്പോഴാണ് ഈ സ്ത്രീകൾ പിന്നോട്ട് നടക്കുക. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? ചോദ്യം ഇതാണ്: തല കുത്തി നിന്നാൽ വലുതാവുന്നവൻ ആരാണ്? തല കുത്തി നിന്നാൽ ഇത് വലുതാവും. തല കുത്തി നിന്നാൽ വലുതാവുന്നവൻ ആരാണ്? തല കുത്തി നിന്നാൽ വലുതാവും. ചോദ്യം ഇതാണ്: മുന്നിൽ തുളയുള്ള സൂചി ഏതാണ്? മുന്നിൽ തുളയുള്ള സൂചി. ഇന്ന് ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് വൈത്തിരി പാർക്കിലാണ്. രസകരമായിട്ടുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഒരുപാട് റൈഡുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 50-ൽ കൂടുതൽ റൈഡുകൾ വൈത്തിരി പാർക്കിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് വൈത്തിരി പാർക്ക്. ഇപ്പൊ നമ്മൾ വൈത്തിരി പാർക്കിന്റെ ഉൾവശത്തിലാണ് നിൽക്കുന്നത്. റൈഡുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. നമ്മളോടൊപ്പം വൈത്തിരി പാർക്ക് ഈ റൈഡുകളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് റിംഷീന മേഡം ഉണ്ട്. നമുക്ക് പരിചയപ്പെടാം. സീസൺ ആണ് അല്ലേ? നിങ്ങളുടെ സീസൺ ടൈം അല്ലേ? ഇന്ന് ഒരുപാട് ഗസ്റ്റ് ഉണ്ട്. ഏകദേശം എത്ര ഗസ്റ്റ് ഉണ്ട്? ഇന്ന് 200 ഗസ്റ്റ് ഉണ്ട് അല്ലേ? എത്രയാണ് അതിന്റെ ടിക്കറ്റിന്റെ വിലകളൊക്കെ? 699 ആണ് വരുന്നത്. കിഡ്സ് 499, സീനിയർ സിറ്റിസൺ 300 അങ്ങനെ വരുന്നത്. 699 നമുക്ക് എല്ലാ റൈഡ്സും യൂസ് ചെയ്യാനാണ്. അൺലിമിറ്റഡ് റൈഡ്സ് ആണ് എല്ലാ റൈഡും നമുക്ക്. പിന്നെ ഒരു 3 എക്സ്ട്രാ വരുന്നത്. ഒരു 12D തിയേറ്റർ, ഫിഷ് സ്പാ, ATV ബൈക്ക്. അത് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് മാത്രമേ ഉള്ളൂന്ന് ചെറിയൊരു ടിക്കറ്റ് എടുത്താൽ മതി. ആവശ്യമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. ബാക്കിയെല്ലാം ഈ ടിക്കറ്റിൽ ഉൾപ്പെടുന്നതാണ്. ശരി, ഇനി നമുക്ക് പരിചയപ്പെടുന്നത് ഇവിടെ ഒരു ജെയിൻ സ്വിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടു. ജെയിൻ സ്വിംഗ് ഉണ്ണി നമ്മളെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക. ജെയിൻ സ്വിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അറിയാലോ. ജെയിൻ സ്വിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഏറ്റവും ഉയരത്തിൽ ഊഞ്ഞാൽ ആടുക എന്നുള്ളതാണ് അല്ലെ? ജെയിൻ സ്വിംഗിൽ കയറാൻ ആൾക്കാർക്ക് ഇങ്ങനെ മടിയുണ്ടോ, പേടിയാണോ? ഇവിടെ അധികം ക്യൂ ആണ്. ഇവിടെയാണ് ഏറ്റവും തിരക്കും. നമ്മളെ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള റൈഡ് ഇതാണ്. ഇവിടെ എപ്പോഴും സെക്യൂരിറ്റിയും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സുരക്ഷിതത്വമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സേഫ് ആണ്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ എന്തൊക്കെ റൈഡ്? ഇവിടെ നമുക്ക് അമ്യൂസ്മെന്റ് റൈഡ്സ് ഒരു 7 റൈഡാണ് ഉള്ളത്. ജയന്റ് വീല്, ഷിപ്പ്, സ്വിംഗ് ചെയർ, ടവർ, ഫെറീസ് വീല്, അങ്ങനെ കുറച്ച് ഒരു 7 അമ്യൂസ്മെന്റ് റൈഡ്സ് ആണുള്ളത് അവിടെ. പാർക്കിലെത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് ജെയിന്റ് വീലിനെ കുറിച്ചായിരിക്കും. ഞാനിപ്പോൾ ഈ വൈത്തിരി പാർക്കിലെ ജെയിൻ വീലിന് മുമ്പിലാണ്. അതേപോലെ തന്നെ ഇത് ചിൽഡ്രൻസ് റൈഡ് കൂടുതലായിട്ട് ചിൽഡ്രൻസ് ആണ് ഇവിടെ വരാറ്. മിനി ഫെറീസ് വേ, അതെ, മിനി ഫെറീസ് വേ എന്ന് പറയുന്ന ഒരു റൈഡാണ്. പിന്നെ അതിനപ്പുറത്ത് വേറൊരു റൈഡ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ക്രേസി റാഫ്റ്റ്. ഓക്കെ, ഇത് നമ്മളെ ഊഞ്ഞാലല്ലേ? ഷിപ്പ് റൈഡ്. ഇത് നമ്മളെ സ്റ്റാഫല്ലേ? പേര് പറഞ്ഞു. നീതു ഇവിടുത്തെ സ്റ്റാഫാണ്. അതേപോലെ തന്നെ ഇയാളുടെ പേരെന്താ? ഇവിടെ ജോയിൻ ചെയ്തിട്ട് കുറെ ആയോ? ജനുവരി 9 ഒരു വർഷമാണ്. അപ്പൊ ഒരു വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പൊ ഇവരാണ് കുട്ടികളെയൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഉഷാറാവുള്ളൂ. ഓക്കെ, അങ്ങനെ ഇനി നമ്മളിവിടെ കുട്ടികളുടെ എന്താ സ്വിംഗ് ചെയർ ആണ് കേട്ടോ. അത് ഇത് കൂടുതൽ ഇങ്ങനെ വരും. കുട്ടികൾക്ക് പ്രശ്നമൊന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചെറിയ കുട്ടികളാണ് നമ്മൾ ചെറിയ ഹൈറ്റ് കൊടുക്കും. പിന്നെ പ്രായമുള്ളവരാണെങ്കിൽ ചെറിയ ഇതില്. ഇപ്പൊ നല്ല അഡ്വഞ്ചർ ആയിട്ട് വന്നാണെങ്കിൽ ഫുൾ സ്പീഡ് കൊടുക്കും. കുറച്ച് വൈഡ് ആയിട്ട്, ധൈര്യമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ വൈഡ് ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാണ്. മാൻ പവർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതാണ് ഈ എന്താ പറയാ വൈത്തിരി പാർക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഹരം ഉള്ള ഒരു റൈഡ് എന്ന് പറയുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു റൈഡ് എന്ന് പറയുന്നത് ജെയിൻ സ്വിംഗ് റൈഡാണെന്ന് നേരത്തെ മാഡം പറഞ്ഞായിരുന്നല്ലോ. ജെയിൻ സ്വിംഗിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ടെൻഷൻ ഉള്ള ഒരു ഭാഗമാണ് ഈ ജെയിൻ സ്വിംഗ് എന്ന് പറയുന്ന സ്ഥലം. അപ്പം നമുക്ക് ഇവരെ ഒരു കോൺഫിഡൻസ് അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പേര് പറയും. സഫ.
മുഫീദ. ഓക്കെ, ഞാൻ ഒരു ഗെയിം തരാം. മീൻസ് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻസ്. അപ്പം ഫണ്ണി ക്വസ്റ്റ്യനിൽ ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരും. വൈത്തിരി പാർക്ക് നൽകുന്ന സമ്മാനം. മോളുടെ പേരെന്താ? നാഫിയ. നാഫിയ. കൗല. ഓക്കെ, റൗലേനെയും നാഫിയനെയൊക്കെ കണ്ടല്ലോ. ഓക്കെ, ശരി. അപ്പൊ എവിടെയാ ശരിക്കും സ്വദേശം? എവിടെയാ? നമ്മൾ കണ്ണൂർ. കണ്ണൂർ. ഇത് മാത്രം? കണ്ണൂര് മട്ടന്നൂർ എന്ന് പറയും. ടെൻഷനാണോ ഈ ജെയിൻ സ്വിംഗിൽ കയറാൻ? ഇതിന്റെ അകത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ? എന്തായാലും ജീവനിൽ ഒരു കൊതി ഉണ്ടാവും. അത് പോകുമ്പോ ഉശിര് പോകുന്ന പോലെ ഉണ്ട്. ആരാപ്പോ ഈ റൈഡ് ഉപയോഗിച്ച? എങ്ങനെയുണ്ട് റൈഡ്? കുഴപ്പമില്ല, പക്ഷെ നമ്മള് പെട്ടെന്ന് നമ്മള് ഇത് പൊട്ടി പോകുന്ന പോലെ ഉള്ളത്. പിന്നെ റെഡിയായി, പ്രശ്നമില്ല. മൊത്തം താന്നു പോയി അല്ലേ? മൊത്തം താനെ ഉള്ളുന്നല്ല എന്തെങ്കിലും പോയി. എന്തായാലും ഞാനൊരു ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരാം. ചോദ്യം ഇതാണ്: സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ വൈത്തിരി പാർക്ക് നൽകുന്ന നല്ലൊരു സമ്മാനം. ഓപ്ഷൻസ് ഇല്ല. സ്ത്രീകൾ ഇങ്ങനെ പിന്നോട്ട് നടക്കും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്. എന്തായിരിക്കും? ഒരു ജോലി ചെയ്യുന്ന സമയത്ത്. ഒരു ജോലി ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ പിന്നോട്ട് നടക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇയാളുടെ ജീവൻ പോയി എന്ന് പറഞ്ഞേ. ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്നിട്ട് ബാക്കി പറയും. അല്ല, പറയില്ല. അത് പറയില്ല. ഒരു ക്ലൂ തന്നെ. സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? തുടക്കുമ്പോ. മുന്നോട്ട് നടന്നു തുടച്ചൂടെ? ഒരു ജോലി ചെയ്യുമ്പോ. ഞാനൊരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. ഒരു ജോലി ചെയ്യുമ്പോ. അത് എന്തെങ്കിലും ബാക്കോട്ട് വീണ പോയ സാധനം പിന്നോട്ട് അല്ലല്ല, അതൊരു ജോലിയായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. എന്താണ്? തറ തുടക്കല. ഇല്ല, ഒരു ഐഡിയ കിട്ടുന്നില്ല. വല്ലാത്തൊരു ജോലിയാണെന്ന് തോന്നുന്നു അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ജോലിയല്ല. ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഒരു ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾ പിന്നോട്ടാണ്. അത് ഞാൻ പറയില്ല, ആദ്യം പറയും. സ്ത്രീകൾ ജോലി ചെയ്യുന്ന സമയത്ത് പിന്നോട്ട് നടക്കും. എന്ത് ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? ഒരു സ്ത്രീകളോടായതുകൊണ്ടാണ് ഞാനങ്ങനെ ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഏതായാലും നമുക്ക് ജെയിൻ സ്വിംഗിൽ ഒന്ന് കയറി നോക്കിയാലോ? ജെയിൻ സ്വിംഗിൽ ഒന്ന് കയറി നോക്കിയാലോ? എന്നാലും കുറച്ച് ധൈര്യം എടുത്തിട്ട് എനിക്ക് സന്തോഷം, പരിചയപ്പെട്ടില്ല. നമ്മൾ വീണ്ടും കാണാം. ഓക്കെ, റൈറ്റ്. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഹൈ റോപ്പ് എന്ന് പറയുന്ന ഒരു റൈഡ് ഉണ്ട്. കുറച്ചൊരു റിസ്ക് ഉള്ള ഒരു സംഭവം അല്ലേ? ഹൈ റോപ്പ് 10 ലെവൽ ബ്രിഡ്ജാണ്. 10 ലെവൽ ബ്രിഡ്ജാണ്. അതെ, ഓരോ ലെവലും അങ്ങനെ 10 ലെവലാണ്. നമ്മൾ 9 വയസ്സ് 10 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സൈക്കിൾ റൈഡിൻ്റെ ഒരു സ്ഥലത്തേക്ക് എത്തി. ഡബിൾ സൈക്കിൾ ഓൺലി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. ഒന്ന് വിശദീകരിക്കാം. നമുക്കിവിടെ 3 റൈഡാണ് വരുന്നത്. ഡബിൾ സൈക്കിള്, സിംഗിൾ സൈക്കിള്, റോളർ. അത് 3 റൈഡാണ് വരുന്നത്. ഡബിൾ സൈക്കിളിൽ 2 പേര് പോകുന്നതാണ്. റോളറിൽ ഒരാൾ, സിംഗിളിൽ ഒരാൾ, അങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ഗസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ള ഒന്ന്. എന്താണ് ഈ റോളറും സൈക്കിളും, ഏത് വഴിക്കൊക്കെയാണ് ഈ സംഗതികൾ പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കി കണ്ടിട്ട് പെട്ടെന്ന് വരാം. ഒരു ചെറിയൊരു കമ്പിൻ്റെ മുകളിലാണ് ഈ സൈക്കിള്. ശരിക്കും ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ കറക്റ്റാണത്. ഇനി ഇത് കണ്ടില്ലേ, റോളറിലാണ്. ഈ റോളർ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ച് ഹെൽമെറ്റൊക്കെ ഇടണം. സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടണം അല്ലേ? ഇത് തിരിഞ്ഞും മറിഞ്ഞിട്ടൊക്കെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 500 മീറ്ററോളം ദൂരമുണ്ട് ഇവിടെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് ആ ഒരു എൻഡിലേക്ക്. അപ്പം താഴെയൊക്കെ സ്വിമ്മിംഗ് പൂൾ റൈഡുകളൊക്കെയാണ്. ഏതായാലും എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. നമ്മൾ പറഞ്ഞ സാധനം കണ്ടോ? നേരെ നോക്കിയാൽ മതി. കണ്ടോ, നേരെ നോക്കി പോകുന്നുണ്ടോ? ഇത് ഇപ്പോൾ പുള്ളിക്കാരി അപ്പോൾ പകുതി എത്തിയപ്പോൾ എന്താ വിചാരിക്കുന്നുണ്ടാവും അറിയോ? എന്തിനപ്പോൾ ഞാൻ ഇതിനകത്ത് കയറിയത്? റോളർ ഇത് കഴിഞ്ഞോ? ഇത് പരീക്ഷണം കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒന്ന് നമ്മുടെ പ്രേക്ഷകരൊന്ന് കാണട്ടെ. ഉണ്ടോ? കോഴിക്കോട് ഏത് ഭാഗത്താ? ബേപ്പൂർ. ജോലിയാണോ? നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഒരു വിഷു കൊടുക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഫാമിലി എല്ലാവരും ഉണ്ടോ? എല്ലാവരും താഴെയാണല്ലോ. അപ്പോൾ എത്ര പേരുണ്ട് നിങ്ങൾ? രാവിലെ കയറിയിട്ടുണ്ട് ഇതിന്റെ മുകളിൽ. ഇനി വൈകുന്നേരം ഇറങ്ങാനുള്ള പരിപാടി വൈകുന്നേരം ഇറങ്ങണം. 6 മണിയാകുമ്പോൾ എന്തായാലും ഒരു ഇറക്കുമല്ലോ. അപ്പോൾ സൈക്ലിംഗ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നന്നായിരുന്നു. ഏകദേശം ഒരു നടു സെന്റർ മധ്യത്തിലെത്തിയപ്പോൾ ഒരു പേടി തോന്നി? പേടി അങ്ങനെയല്ല,
ഫ്രണ്ടിൽ വേറെ ആളായിരുന്നു, ഡബിൾ ആയിരുന്നേ. അപ്പൊ അവര് ചവിട്ടാതായപ്പോ അത് നീങ്ങുന്നില്ല. ഇത് ഡബിൾ ആണല്ലേ? ഫ്രണ്ടിലുള്ള ആള് ചവിട്ടണം, എന്നാലേ പോവുള്ളൂ. അപ്പൊ വൈല സ്റ്റെക്കായി. അപ്പൊ ഒന്ന് പേടിയായി, താഴെ താഴെ വീഴൊന്നല്ല, ഇത് തിരിച്ചെനിക്ക് പേടി. ഞാൻ അവരോട് ഒരെണ്ണൊന്ന് വലിച്ചു കയറ്റത് കുഴപ്പമില്ല. ഏതായാലും രസമാണ്. പിന്നെ തിരിച്ചു വരുമ്പോ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ ആ ഒരു എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറയുകയാണെങ്കിൽ വൈത്തിരി പാർക്കിന്റെ സമ്മാനം. സിമ്പിൾ ചോദ്യം, നിങ്ങളെ ജോലി എന്താ ശരിക്കും? ഞാൻ ലാബിലാണ്. ലാബിലാണ്. അപ്പം സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? അതാണ് ചോദ്യം. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ വൈത്തിരി പാർക്കിന്റെ നല്ലൊരു സമ്മാനമുണ്ട്. പിന്നോട്ട് നടക്കും. സ്ത്രീകൾ ഇങ്ങനെ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? ഒരു ജോലിയുടെ ഭാഗമായിട്ട് സ്ത്രീകൾ പിന്നോട്ട് നടക്കും എപ്പോഴാണ്? വടംവലിയാണ്. സ്ത്രീകൾ മാത്രം വടംവലിയ എന്ന് പറഞ്ഞാൽ വരിക്കല്ലേ? പിന്നോട്ട് നടക്കും. കൺഫ്യൂഷൻ ആണല്ലേ? ഇപ്പോൾ ഈ സൈക്ലിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് കിളിയൊക്കെ പോയിരിക്കും. ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഏതായാലും ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പം ഒന്ന് ആലോചിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത റൈഡ് കയറുന്ന സമയത്ത് അടുത്ത റൈഡ് നടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരിങ്ങോട്ട് ഓടിപ്പോരി തൂക്കും ബഹളമൊക്കെ ചെയ്യുന്നുണ്ട്. സമാധാനം. അടിപൊളിയാ കേട്ടോ. ഈ റൈഡിനകത്ത് നിന്നിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. ഒരു വെറൈറ്റി എന്താ പറയാ എക്സ്പീരിയൻസ് ആണ്. ഈ കൊട്ടയിനകത്ത് കയറി അല്ല, അവനോട് അവിടുന്ന് പറഞ്ഞിരുന്നു വഴിക്കലും നിർത്തിക്കൊണ്ട് നല്ല രസമാണ്. ഞാൻ നിർത്താൻ നോക്കി, പിന്നെ ആ സൈക്കിളിന്റെ മാതിരി അവിടെ വെച്ചിട്ട് അവിവേകം ഒന്നും ചെയ്തില്ല. അല്ല, സത്യത്തിൽ ഞാൻ നല്ല സ്പീഡിലോട്ട് കുബേര സിനിമയിൽ ദിലീപ് പറഞ്ഞ മാതിരി ആയിപ്പോയതാ സംഭവം. ഏതായാലും രസമുണ്ട്, സെറ്റാണ്. എന്നാൽ കയറിക്കോ, അടുത്ത ആൾക്കാർ കയറിക്കോ. ഇവിടെ കുറച്ച് ആൾക്കാർ വന്ന് കാത്തുകയുണ്ട്, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഇതൊന്ന് കുറച്ചും കൊണ്ട് നീക്കട്ടെ. സമാധാനം. സൈക്കിളിൽ കയറാൻ പോവല്ലേ? ഏതായാലും പഠിച്ചോണ മനസ്സിൽ ധ്യാനിച്ചിട്ട് പേരെന്ന് പറയും. അർച്ചന. എവിടുന്നാ വരുന്നത്? കോഴിക്കോട് പുതിയ പാലം. അർച്ചനേന്റെ കൂടെ ഫ്രണ്ടിന്റെ പേരെന്താ? മുസൈബ. രണ്ടുപേരും കോഴിക്കോടാ? രണ്ടുപേരും ഏകദേശം ഒരു വള്ളീന്റെ മുകളിൽ കൂടെ പോകാനുള്ള പരിപാടിയാണ്. വന്നു കഴിഞ്ഞിട്ട് ഇതിനകത്ത് ആദ്യം കയറണം എന്നുള്ള മനസ്സിലുണ്ടായിരുന്നു? ഇല്ല, എല്ലാരും ഇങ്ങനെ കയറണ കണ്ടപ്പോ ഒരു ആഗ്രഹം. എന്താവോന്നറിയില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരാം. ചോദ്യം ഇതാണ്, കയറുന്നതിന് മുമ്പെന്ന് മനസ്സ് റിലാക്സ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചോദ്യം ഇതാണ്, സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? ഒരു ജോലി ചെയ്യുമ്പോഴാണ് ഈ സ്ത്രീകൾ പിന്നോട്ട് നടക്കുക. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? തുടയ്ക്കുമ്പോൾ പിന്നോട്ട് നടന്ന് തുടയ്ക്കുന്നത്. ഈ ജോലി പിന്നോട്ട് നടന്നിട്ടേ ചെയ്യുള്ളൂ. സാറൊന്ന് പറയാം. സ്ത്രീകൾ പിന്നോട്ട് നടക്കും. പേരൊന്നും കൂടി പറയണേ, ജോലിയും പറയണം. കൺഫ്യൂഷനാണ്. ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടോ അവിടെ? സ്കൂൾ ട്രിപ്പായിട്ട് അങ്ങനെ. സ്കൂൾ ട്രിപ്പായിട്ട് വന്നോ? അപ്പൊ ടീച്ചറാണ്? അല്ല, പാരന്റാ. അപ്പൊ നിങ്ങള് ടീച്ചറല്ല, പാരന്റാ. അത് ശരി, കുട്ടികളെക്കാട്ടിലും കഷ്ടമാണ്. ഏതായാലും നമ്മള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെത്തുമ്പോൾ കുട്ടികളായി മാറും. അത് സ്വാഭാവികമാണ് അല്ലേ? വലിയ കുട്ടികളെ കളിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് പോകാൻ തോന്നും. കയറണ്ടേ? ഓടിക്കണ്ടേ? ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? ഇല്ല അല്ലേ? കിട്ടിയില്ല. തിരിച്ചു വരുമ്പോൾ നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കേറിക്കോ. ഒരു ചെറുവരിയിലോ കൂടം മനുഷ്യനെ കടക്കണ തലമണ്ണ പെരുക്ക് ചോദ്യത്തിൽ മൊത്തം കടക്കണവേ. ഇത് വയ്യാവേലി. കോഴിക്കോട്. അപ്പൊ ഏതാ, സൈക്ലിങ്ങിലാണോ ഇതിലാണോ കയറാൻ വേണ്ടി? സൈക്ലിങ്. സൈക്ലിങ് ഞാൻ എങ്ങനെയെങ്കിലും കയറി രക്ഷപ്പെട്ടോട്ടെ. അല്ലേ? സിംഗിളാണോ? സിംഗിൾ ഇല്ല, ഒരാൾ കൂടെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഒരു നടുക്കായി പോയി കഴിഞ്ഞാൽ കൊടുക്കുമല്ലോ വെച്ചു. അല്ല, എന്താ സംഭവം അറിയാം? പകുതിയായി പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടും വരാൻ പറ്റില്ലല്ലോ. കൂട്ടിന് ഒരാളുണ്ടെങ്കിൽ പഠിച്ചോരേ നിങ്ങൾ കാത്തോളീന്ന് പറയാലോ. ശരി, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയണ സമ്മാനം തരാം. ചോദ്യം ഇതാണ്, സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്. ഏത് ജോലി ചെയ്യുമ്പോഴാണ്? എപ്പോഴാണ്? നിലം ക്ലീൻ ചെയ്യുമ്പോഴല്ലേ? നിലം ക്ലീൻ ചെയ്യുമ്പോഴല്ല. മോപ്പ് യൂസ് അല്ല. അടിച്ചു വരുമ്പോഴല്ല. അതിന് മുമ്പ് ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഞാൻ ഉത്തരം കൊടുക്കും ചെയ്തത്. കൺഫ്യൂഷൻ അല്ലേ? ഇപ്പൊ ടെൻഷൻ അടിച്ചിട്ട്. ശരി, ഉത്തരം അറിയാം, പക്ഷെ ഓർമ്മയിൽ കിട്ടുന്നില്ല. ഏതായാലും നമുക്ക് അടുത്ത റൈഡുകളിലൊക്കെ ഒന്ന് പോയി പരിചയപ്പെടാം. നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. മലയാളിയാണോ? മലയാളിയാണ്. ഓക്കെ, ഇതെന്താ ഇതിന്റെ
ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇത് ആൾക്കാർ ഇതിനകത്ത് കയറി ഇരിക്കുകയാണ്. കുട്ടികളെ കയറ്റിയിരുത്തും, എന്നിട്ട് ബെൽറ്റ് സെറ്റ് ചെയ്തിട്ട് വലിക്കും. അപ്പൊ നിങ്ങൾ ഊഞ്ഞാല് പോലെ എങ്ങനെ റോക്കറ്റ് പോലെ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വീഴും. അപ്പത്തേക്ക് ജീവൻ പോകും? ഇല്ല, കുട്ടിയൊക്കെ സേഫ് ആണ്. ആണല്ലേ? നിങ്ങളാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എല്ലാവരും ചെയ്യും. ഇദ്ദേഹത്തിന്റെ പേരെന്താ? സാഗർ ഭയ്യ. സാഗർ എലിയസ് ജാക്കി ബാക്കിലുണ്ട്. നിങ്ങളുടെ പേരെന്താ? പ്രീത. ഈ പ്രീതയാണ് ഇവിടെ ഉണ്ടാവുക. അതായത് ഞാൻ ഒന്നും കൂടി പറയാം, ഇതിൻ്റെ പേര് ബങ്കി ട്രംപോളിൻ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ഇത് ഉപയോഗിക്കുന്ന ഉണ്ണി അതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ ആ ബെൽറ്റിനകത്ത് ഇരുത്തിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ ബാക്കിൽ നിന്ന് ആ ഒരു വലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുട്ടികൾ മുകളിലേക്ക് ഇങ്ങനെ പറന്ന് താഴത്തേക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് സെക്യൂരിറ്റിയോട് കൂടിയിട്ട് വളരെ സേഫായിട്ട് ലാൻഡ് ചെയ്യും. ഒരു കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം. അതല്ലേ? ആരെങ്കിലും വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ, ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹാപ്പിയാണ്. വൈത്തിരി പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം പരിചയപ്പെടുന്ന ഒരു വ്യക്തി നമ്മളെ അസിസ്റ്റന്റ് മാനേജർ അഭിലാഷ് സാറിനെയാണ്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ആക്റ്റീവായിട്ടുള്ളൊരു അദ്ദേഹമാണ്. കാരണം എന്താ വെച്ചാൽ ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, എപ്പോഴും ഈ ചിരിയോടുള്ള മുഖം, എപ്പോഴും സാറിൻ്റെ ഒരു പ്ലസന്റ് മൂഡാണ്, എപ്പോഴും ഒരു പ്ലീസിങ് ആയിരിക്കും. അഭിലാഷ് സാറിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ന്യൂ ഇയർ ആയിട്ട് പിന്നെ ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഒരു വെക്കേഷൻ്റെ ഒരു ഹാങ് ഓവർ ഒക്കെ ഇപ്പോൾ മാറിയിട്ടേ ഉള്ളൂ. ന്യൂ ഇയറിന് ഇന്ന് കണ്ടില്ലേ, ഇന്ന് ഇത്രയും നല്ല തിരക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന ഫാമിലീസുമായാലും സ്കൂൾ ഗ്രൂപ്പ്സ് ഒക്കെ ആയാലും ഏറ്റവും കൂടുതൽ എൻജോയ് ആയിട്ട് പോയിട്ടുള്ളത്. കാരണം അവർ തിരിച്ചു പോകുമ്പോൾ അവർ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ നമുക്ക് 50-ലധികം റൈഡ്സ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇപ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റ് പല അമ്യൂസ്മെന്റ് പാർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ റേറ്റിൽ ഇത്രയും അധികം റൈഡ്സ് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു പ്ലഷർ തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് തോന്നുന്നു കോഴിക്കോട് വിട്ട് വയനാട്ടിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് നമ്മളെ കോഴിക്കോട് ആൻഡ് വയനാടിന്റെ എൻട്രൻസിൽ തന്നെയാണ് ഈ ഒരു വലിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് ഉള്ളത്. അതെ. അപ്പൊ അതുകൊണ്ടും നമ്മുടെ നമുക്ക് ഇവിടേക്ക് വരുന്ന ക്ലയൻസ്, ഇവിടേക്ക് വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ സുഖമാണ് എത്തിപ്പെടാൻ. ഒന്നും നോക്കാനില്ല, വൈത്തിരിയോട് ചേർന്നിരിക്കുന്ന പേര് വൈത്തിരി പാർക്ക്. ആരും പറഞ്ഞു അതിനകത്ത് എന്താ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പിന്നെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഒട്ടനവധി ഉണ്ട്. കാരണം നമുക്കിപ്പോൾ 35K മുതലേ തന്നെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് തന്നെയുണ്ട്. അപ്പോൾ അവരുടെ വരുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് പോകുന്നുണ്ട്. അല്ലാതെ നമുക്ക് പ്രൊമോഷൻ വേറെ പല രീതിയിലും പ്രൊമോഷൻസ് പോകുന്നുണ്ട്. പിന്നെ വൺസ് ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്ന എല്ലാ ഫാമിലീസും മൾട്ടിപ്പിൾ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. മൾട്ടിപ്പിൾ വിസിറ്റ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം ഒരു മുഖം തന്നെ കുറെ കഴിയുമ്പോൾ വീണ്ടും വരിക എന്ന് പറഞ്ഞാൽ അവരനുഭവിക്കുന്ന സന്തോഷത്തിന്റെ അതും ഞങ്ങൾക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ്. വൈത്തിരി പാർക്കിൽ വരുന്ന സമയത്ത് ഇദ്ദേഹം എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. അതെ, ഇദ്ദേഹത്തിനെ കണ്ടില്ലെങ്കിൽ ചോദിച്ച് നിങ്ങൾ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലണം. കാരണം എന്താ വെച്ചാൽ ഈ റൈഡിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും പരിചയപ്പെടുത്തി തരാനും അതേപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന നേരത്തെ മേഡം ഉണ്ടായിരുന്നു, അവരും അത്രയും എന്താ പറയാ ജനങ്ങളിലേക്ക് ഈ ഒരു റൈഡിനെ കുറിച്ച് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് തരുന്നത്. ഇപ്പം ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ 2025 ആയപ്പോൾ തന്നെ ഉല്ലാസം 2025 എന്ന് പറഞ്ഞിട്ടൊരു ഉല്ലാസം 2025 എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് വരുന്നത് ജനുവരി 1 മുതൽ 31 വരെയാണ്. നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന 20 പേരിലധികം വരുന്ന ഒരു ഗ്രൂപ്പുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വലിയ ഫാമിലി ആണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബശ്രീയുടെ ഒക്കെ ഗ്രൂപ്പുകളാണെങ്കിലോ അങ്ങനത്തെ ഗ്രൂപ്പുകളാണെങ്കിൽ ഒരു 20 മെമ്പേഴ്സിന് മേലോട്ടുള്ള ഗ്രൂപ്പുകൾക്ക് സാധാരണ നമ്മുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ 699 ആണ്. പ്ലസ് ഫുഡിന് നമുക്ക് ഏതാണ്ട് മീൽസ് ആണെങ്കിൽ 130, ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ഫുള്ളിന് 200 വരുന്നുണ്ട്. നമുക്ക് 20 പേരുടെ ഒരു ഗ്രൂപ്പ് അഡ്വാൻസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 599 ചേർത്ത് കൊടുക്കാൻ പറ്റും. അത് നല്ലൊരു ഓഫറാണ്. നമ്മുടെ കുടുംബശ്രീ പ്രേക്ഷകരും അതേപോലെ തന്നെ ഒരു ഫാമിലി ഗ്രൂപ്പുള്ള ഒരു ടീമും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഓഫറാണ്. കാരണം ഇതിപ്പോൾ 31 ദിവസത്തേക്കാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തേക്കുന്നത്. ന്യൂ ഇയർ ഓഫർ. കാരണം നമ്മുടെ പാർക്ക് തുറന്ന് 2 വർഷങ്ങൾ കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലേക്ക് കാലുവെക്കുന്നു എന്നുള്ള രീതിയിലും അതുമാത്രമല്ല ഞങ്ങൾക്ക് കിട്ടുന്ന ഫാമിലി കസ്റ്റമേഴ്സിന്റെ കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്ന ആൾക്കാരാണ് വീണ്ടും വരുന്നത്. അപ്പോൾ അവരോട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഇങ്ങനൊരു തീരുമാനം വന്നിട്ടുള്ളത്. ഇവരെപ്പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ് സാറേ ശരിക്കും പറയുകയാണെങ്കിൽ വൈത്തിരി പാർക്കിന്റെ വിജയം എന്ന് പറയാം. എടുത്തു പറയേണ്ട ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഓരോ സ്റ്റാഫും ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഹൗസ് കീപ്പിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് മേഖലയിൽ നിൽക്കുന്ന സ്റ്റാഫുകളായാലും ഇലക്ട്രിക് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫാണെങ്കിലും എല്ലാവരും വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഇദ്ദേഹമൊക്കെ അരുണാചൽ പ്രദേശിൽ നിന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് മാനേജ്മെന്റ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റാഫുകളും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളതുപോലെ തന്നെയാണ് അവർക്ക് മാനേജ്മെന്റും കുറച്ച് ഈസിയാണ്. നമുക്ക് സാധാരണ പാർക്കുകളെ അപേക്ഷിച്ച് അത്യാവശ്യം നമുക്ക് സ്റ്റാഫിന്റെ എണ്ണം കൂടുതലാണ്. കാരണം എല്ലാവരും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ആൾക്കാർ വേണ്ടാണ്.
തീർച്ചയായിട്ടും കാരണം കസ്റ്റമർ പല സ്വഭാവത്തിലുള്ള ആൾക്കാരാണല്ലോ വരുന്നത്. ഡെഫിനറ്റ്ലി കാരണം അവർ സന്തോഷിക്കാനാ വരുന്നത് ഇവിടെ. അപ്പൊ അവർക്ക് എങ്ങനെ അവരെ മാക്സിമം ഹാപ്പി ആക്കി വിടാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇവിടെ ഓരോ സ്റ്റാഫും ശ്രദ്ധിക്കുന്നത്. എന്തായാലും ഈ ഒരു ഓഫർ ഒരിക്കലും മിസ് ചെയ്യരുത്. കുടുംബശ്രീ പ്രേക്ഷകരായാലും ഫാമിലി ഒരു വലിയ ഗ്രൂപ്പുള്ള പ്രേക്ഷകരായാലും തീർച്ചയായിട്ടും ഈ നിങ്ങൾ ഗസ്റ്റാണ്. ഇവിടെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ വിജയം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു വലിയ ഗസ്റ്റിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം ഓഫറുകൾ നിങ്ങൾ മിസ് ചെയ്യരുത്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിലാഷ് സാറിനെ വന്നിട്ട് കാണണം, മറക്കണ്ട. വീണ്ടും നമ്മളൊരു ഫാമിലിനെ പരിചയപ്പെടുന്നു. എനിക്ക് തോന്നുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റിലാണ്. പേര് പറയാ? ഇസ്മായില്. ഉറങ്ങ നല്ല ഉറക്കാം അല്ലല്ല, ശരി. എവിടെയാ താമസം? ഞാൻ കോഴിക്കോട് ബാലുശ്ശേരി. ബാലുശ്ശേരി അല്ലേ? ശരി. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയുകയാണെങ്കിൽ വൈത്തിരി പാർക്കിന്റെ ഒരു സമ്മാനം തരും. ചോദ്യം ഇതാണ്: സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് ഒരു ജോലി ചെയ്യുമ്പോഴാണ്. എപ്പോഴാണ്? ഏത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ ഇങ്ങനെ പിന്നോട്ട് നടന്ന് ചെയ്യുന്ന ജോലി ഏത്? ബാലുശ്ശേരി എന്താ വിശേഷം? സുഖമായിട്ട് പോകുന്നു. പിന്നെ അതിന്റെ ഭാഗമാണ് ഇവിടെ എത്തിക്കുന്നത്. ഫാമിലി എല്ലാവരും ഉണ്ടോ? മക്കളൊക്കെ എല്ലാം വെള്ളത്തിലായിരിക്കും. നല്ല വെള്ളത്തിലാണ് കളിക്കുക. ഓക്കെ. എവിടെ? മലയാളിയല്ലേ? പേര്? ഉദയ. സുബി. ഇദ്ദേഹത്തിന്റെ പേരെന്ന് റെനീത്ത്. ഒന്ന് കാണട്ടെ നമ്മൾ പ്രേക്ഷകർ. നിങ്ങൾ ഉറക്കൊക്കെ നാട്ടുകാർ മുഴുവൻ കണ്ടു. പേര് പറഞ്ഞ? ശരി. എവിടെന്നാ വരുന്നേ? കണ്ണൂർ. നിങ്ങളൊക്കെ ഒരു ബാച്ചല്ലേ? കണ്ണൂർ. ഏത് ഭാഗത്താ കണ്ണൂർ? ഇത് മോൻ. പേര്? എട്ടാം ക്ലാസ്സിൽ പഠിക്കണേ? 4. അവിടെ അടുത്ത സ്കൂൾ തന്നെയാണോ? എങ്ങനെ സ്കൂൾ ബസ് വരുമോ അതോ ഓട്ടോറിക്ഷ പോവോ? ഓട്ടോറിക്ഷ പോവും. പപ്പയും മമ്മിയും കൊണ്ടാക്കി തരില്ലേ? ഇടയ്ക്കൊന്ന് വരും അല്ലേ? PTA മീറ്റിങ്ങിന് വരണം എന്ന് നിർബന്ധിച്ചാ മാത്രം. ആരാ വരിക? അമ്മയാണോ വരിക? പുള്ളിക്ക് ഭയങ്കര തിരക്കല്ലേ, നമ്മളത് മനസ്സിലാക്കണം. അതാ. ഓക്കെ, ശരി. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം വൈത്തിരി പാർക്കുണ്ട്. ചോദ്യം ഇതാണ്: സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? സ്ത്രീകൾ പിന്നോട്ട് നടന്ന് ജോലി ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ പിന്നോട്ട് നടന്നുകൊണ്ട് ചെയ്യുന്ന ജോലി ഏതാണ്? വടംവലി. ജോലി അല്ലേ? ഉറക്കം ഭയങ്കര ഇഷ്ടമാണ്. നാട്ടുകാർ മുഴുവനുണ്ട് ഉറക്കം. കൂർക്കമ്പലിയൊക്കെ കേട്ടിട്ടുണ്ട്. ജസ്റ്റ് ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിനകത്ത് ഒരു ഉത്തരവുണ്ട്. പിന്നോട്ട് നടന്ന് ജോലി ചെയ്യുന്നത് മുറ്റം മുന്നോട്ട് പഠിക്കൂലേ? ഇത് പിന്നോട്ട് മാത്രമേ നടക്കുള്ളൂ ഈ ജോലി ചെയ്യുമ്പോ. അല്ല, നീ ഉള്ള ജോലി മുഴുവൻ പറഞ്ഞോ. സ്ത്രീകൾ പിന്നോട്ട് ഇങ്ങനെ നടക്കും ജോലി ചെയ്യുമ്പോ. അതന്നെ ഉത്തരം. തുടക്കുന്ന മുന്നോട്ട് നടന്ന് തുടക്കില്ല നമ്മള്. അടിച്ചുവാരലല്ല, എന്റെ കൊച്ചിനറിയാം അടിച്ചുവാരലാണ്. അമ്മ എന്നും അടിച്ചുവാരെന്ന് അറിയാം. ക്ലൂ താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്ത്രീകൾ പിന്നോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് തന്നെയാണ് ആ ജോലി ചെയ്യുമ്പോ. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ക്ലൂ. ഇറങ്ങട്ടെ. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിച്ചു പോവാം. എങ്ങനെ പോവാം? ചോദിച്ചു പോവാം. ഓക്കെ. ഒരു സൗജ്. പേരെന്താ? സുഫിയാനത്ത്. ഇയാളുടെ പേരോ? അയാൻ. അഫ്സാന. നിങ്ങളെ കൂടെ ഉള്ള ആൾക്കാരെല്ലാരും? ഓക്കെ. ഇത് നിങ്ങളുടെ കൂടെ തന്നെ? ഓക്കെ. അല്ലാന്ന് പറഞ്ഞു. സ്കൂളിന്റെ പാരന്റ്സ് ആണ് നിങ്ങൾ അല്ലേ? ഏത് സ്കൂളിലായിരുന്നു? നേരത്തെ ഒരു ആളെ പരിചയപ്പെട്ടു. ML. ഓക്കെ. അപ്പോ എങ്ങനെയുണ്ട് റൈഡ്? എങ്ങനെയൊക്കെ ഉണ്ട്? അടിപൊളിയാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് കൂടെ പോരില്ലേ? കോഴിക്കോട് നിന്ന് ഇവിടുത്തെ അടുത്ത് കുറച്ച് ദൂരല്ലേ ഉള്ളൂ അല്ലേ? ഇയാള് ക്ഷീണം പിടിച്ച് ഉറങ്ങിപ്പോയോ? അതെ, ഉറങ്ങിയതാ. ഓക്കെ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരാം. വൈത്തിരി പാർക്ക് നൽകുന്ന സമ്മാനമാണ്. ചോദ്യം ഇതാണ്: സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്, അതായത് സ്ത്രീകൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ പിന്നോട്ട് നടക്കും. ആ പിന്നോട്ട് നടക്കുന്ന ജോലി എന്ന് കുസൃതി ചോദ്യമാണ്. ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, എന്നാലും അതൊരു വലിയൊരു ഉത്തരമുണ്ട്. ഒരു ജോലി ചെയ്യും പിറകോട്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? തുടയ്ക്കുമ്പോ എന്ന് പറഞ്ഞു. ശരിയല്ല.
കാലുകൊണ്ട് കാലുകൊണ്ട് അല്ല, ജോലി ജോലിയാണ്. മുന്നോട്ട് തുറക്കൂലേ? അപ്പൊ ഈ ജോലി ചെയ്യുമ്പോ പിന്നോട്ട് മാത്രം ചെയ്യുന്ന ജോലിയാണ്. ജോലി ചെയ്യുമ്പോ മാത്രം പിന്നോട്ട് നടക്കുന്നുണ്ട്. കൺഫ്യൂഷനാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടാവും, ആലോചിച്ചിട്ട് പറയണം. ഓക്കെ നമുക്കിങ്ങനെ ചോദിച്ചു റിലാക്സ്, നല്ല റിലാക്സ് ചെയ്യാൻ പറ്റും സാർ. അതെന്താ അത്? കുട്ടികളുടെ റൈഡാണ് ഇത്. ഇതെന്താ ഫ്രീസിങ്? അത് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഇത് ഒരു ഫ്രീസിങ് ആണ്. ഇത് ഇതേപോലെ തന്നെ നേരെ ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ വലിക്കുന്നു, റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകുന്നു അല്ലേ? അങ്ങനെ റൗണ്ട് ചെയ്യും അല്ലേ? അല്ല, ഈ ഹൈറ്റിൽ ഓവും. അത് ശരി. ഇവിടെ ഉള്ള ആള് രണ്ടുപേരുണ്ടാവും. ഒരാള് ഇവിടെ ഒരാളിരിക്കുന്നു, നമ്മൾ വിടുന്ന സമയത്ത് ഇങ്ങനെ അത്രയും ഹൈറ്റിൽ റൊട്ടേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഫ്രീസിങ് അല്ലേ? ഓക്കെ, ആ ഒരു റൈഡ് ഇവിടെ ഇദ്ദേഹം റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. നല്ല സുഖമുണ്ടല്ലേ? നല്ല സുഖം. കുറച്ചു നേരം ഉറങ്ങിയാൽ നമുക്ക്. കുസൃതി ചോദ്യത്തിൽ വട്ടം കറക്കണ വേലി, ഇത് വയ്യാവേലി. പേര് പറയോ? ശിവാനി. ശിവാനിന്റെ കൂടെ ഉള്ള ആളാണോ? അല്ലല്ല. അല്ല, ഈ ശിവാനി കയറാനുള്ള പരിപാടിയാണോ? ധൈര്യം ഉണ്ടോ? നമുക്ക് ഇത് ബെൽറ്റ് ഇടുമല്ലോ അതിന് മുകളിൽ. എവിടെയാ പ്രോപ്പർ എവിടെയാ താമസിക്കുന്നത്? ശിവാനിയുടെ കൂടെ ആരാ വന്നേ? ഇത് ഉപ്പയും അമ്മയും അനിയത്തി അച്ഛമ്മയും. ഓക്കെ, അപ്പം ശിവാനിയുടെ ധൈര്യം. അമ്മു അത്രയും മുകളിലൊക്കെ കയറണോ? എന്റെ ദൈവമേ, ഇതിനകത്ത് ഇതുണ്ടാവും അല്ലേ? ഇച്ചിരി. ഞാനൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയാൻ സമ്മാനം തരാം. പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ കൊടുക്കാം. പപ്പനെയും മമ്മിയും അച്ഛനും അമ്മ എന്നാണ് വിളിക്കുക, പപ്പ അച്ഛനും. ഓക്കെ, ശരി. ചോദ്യം ഇതാണ്, സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? സ്ത്രീകൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ പിന്നോട്ട് നടന്നിട്ടാണ് ജോലി ചെയ്യുക. എപ്പോഴാണ് പിന്നോട്ട് നടന്നാണ് ജോലി എപ്പോഴാണ്? തുടയ്ക്കുന്നതല്ല, തുടയ്ക്കുന്നത് മുന്നോട്ടും പിന്നോട്ടും നടക്കും. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2 നഴ്സിംഗ്. ഓക്കെ. ഇവിടെ തന്നെയാണ്, കോഴിക്കോട് തന്നെയാണ്? അല്ല, മൈസൂർ. സ്വദേശം എവിടെയാ? മൈസൂർ. അല്ല, വയനാട്ടിൽ തന്നെ. ഓക്കെ, അപ്പം ഇന്ന് ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ഇങ്ങോട്ട് നിന്ന് കറങ്ങാൻ ഇറങ്ങി. ഇനി ധൈര്യം പരീക്ഷിക്കാൻ പോകും. ഏതായാലും ഞാൻ അച്ഛനോടും അമ്മേനോടും ചോദിക്കട്ടെ, ഈ ചോദ്യം ഉത്തരം പറയുമെന്നൊക്കെ നോക്കാം. അവിടെ ധൈര്യം പരീക്ഷിച്ചോണ്ടിരിക്കുക പുള്ളിക്കാരി. ഇതിന് മുകളിൽ കയറിയിട്ട് എന്താവുന്നുള്ളത് ഇങ്ങനെ നോക്കാം. പേരെന്താ? മോഹൻദാസ്. എന്താ ചെയ്യുന്നു മോഹൻദാസ്? ഞാൻ എന്താ പറയാ, കൃഷി കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു. കൃഷി എന്നെ പോലെ എന്താ ചെയ്യുന്നു? ജോലി ബ്യൂട്ടീഷ്യനാണ്. പേരെന്താ? മേഘ. കുഞ്ഞാവയുടെ പേരെന്താ? വൈഗ. എത്രാം ക്ലാസ് പഠിക്കണം? 9th. അച്ചമ്മയാണ് അല്ലേ? അവള് പറഞ്ഞു അച്ചമ്മയാണ്. അച്ചമ്മ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഗംഭീരാണോ? ഗംഭീരം. ഇവിടെ ഇതിലൊക്കെ കേറി ഒന്നല്ല, ഈ ഏകദേശം ഏക്കത്തിലും കേറി ഇങ്ങനെ കിളി പോയിരിക്കുകയാണ്. വയനാട്ടുകാരി തന്നെയാ പക്ക. അതുകൊണ്ട് ഇതൊന്നും അത്രമാത്രം വലിയൊരു സംഭവം ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്. ഇയാള് കേട്ടോ, ചേച്ചിയും കേട്ടോ. വളരെ അച്ചമ്മയ്ക്ക് അറിയായിരിക്കും ഇത്. അച്ചമ്മയുടെ കാലഘട്ടങ്ങളിലൊക്കെ സ്ഥിരമായിട്ടിത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു ഒരു സമ്മാനം നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനായാലും ചോദ്യം ഇതാണ്, സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത് എപ്പോഴാണ്? ഒരു ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ എപ്പോഴും പിന്നോട്ട് നടക്കുക. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്? അമ്മിയിൽ അരയ്ക്കുമ്പോഴാണോ? നടക്കുന്നതല്ലേ പറഞ്ഞത്? കണ്ടോ, മോള് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഉത്തരം പറഞ്ഞു. ഞാറ് നടുമ്പോ റൈറ്റ്, ശരി ഉത്തരം. ഇന്ന് വൈത്തിരി പാർക്കിൽ വന്നിട്ടുള്ള ഒരുപാട് ഗസ്റ്റിനോട് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം ചോദിച്ചു, ആർക്കും കണ്ടെത്താൻ നൽകിയില്ല. എന്തായാലും പേരൊന്നും കൂടി പറഞ്ഞേ. വൈഗ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഞാറ് നടുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്. ഒരു ജോലിയാണ് ഈ ജോലി, ഞാറ് നടുന്ന ജോലിയാണ്. ഈ ജോലി ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ പിന്നോട്ട് നടക്കുന്നത്. വൈഗയ്ക്ക് വൈത്തിരി പാർക്കിന്റെ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം. താങ്ക് യു. ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഒരുപാട് ക്ലയൻസ് ഇവിടെ വന്നിട്ടുള്ള ഗസ്റ്റ് ഒക്കെ ഈ ഉത്തരം പറഞ്ഞിട്ടേ ഇല്ല. ഏതായാലും പെട്ടെന്ന് എങ്ങനെ കിട്ടിയ ഉത്തരം? ലോജിക്കോ? ഞാൻ ഭയങ്കര ലോജിക്കലി ഞാൻ ചിന്തിച്ചു. ഏതായാലും വളരെ സന്തോഷം. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി, വൈഗയ്ക്ക് സമ്മാനം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും?
ഈ എപ്പിസോഡ് കൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ വിട പറയുന്നു. സ്വന്തം ദിലീഷ് ദേവസി. മെസ്സേജുകളും കമന്റ്സ് ഒക്കെ എഴുതി അറിയിക്കുക മറക്കണ്ട. ഗുഡ് ബൈ. വയ്യാവേലി വേലി ഇത് വയ്യാവേലി ഒരു ചെറുവരി